ഓക്കെ. ഇപ്പൊ സാറ് കിളിമാനൂർ കൊട്ടാരത്തിനെ പറ്റി പറഞ്ഞു. അപ്പൊ നേരത്തെ സാറിനോട് സംസാരിച്ചപ്പോ സാറ് മെൻഷൻ ചെയ്തു നമ്മുടെ ഫേമസ് പെയിന്റർ രാജാ രവിവർമ്മയുടെ ഒരു പിന്തലമുറക്കാരനാണ്. അപ്പൊ ലൈക്ക് അപ്പാർട്ട് ഫ്രം മ്യൂസിക് ഡയറക്ടർ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് സാറിന്, അപ്പൊ അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. വെച്ചാൽ നമ്മള് അവിടെ നിന്ന് ജനിച്ചു അല്ലെ, നമ്മളല്ല. എനിക്ക് പലപ്പോഴും തോന്നുന്നു എന്റെ ജീവിത യാത്രയിൽ എന്നെ ഗൈഡ് ചെയ്യുന്നതും എന്നെ പല സ്ഥലത്തും കൊണ്ട് എത്തിക്കുന്നതും നമുക്ക് എന്തെങ്കിലും കഴിവ് തന്നിരിക്കുന്ന ഒക്കെ നമ്മുടെ ഗ്രേറ്റ് ആൻസസ്റ്റേഴ്സ് ആണ് അല്ലെ. ആ വേരുകളാണ്, ആ പാരമ്പര്യമാണ്. അതിനെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അപ്പൊ രാജാ രവിവർമ്മ എന്ന് പറയുന്ന കിളിമാനൂർ കൊട്ടാരത്തിന്റെ, കേരളത്തിന്റെ, ഭാരതത്തിന്റെ ഒരേ ഒരു ചിത്രകാരൻ, അന്നും ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഐക്കണാണ് അല്ലെ, ഒരു വിളക്കാണ്. മാത്രമല്ല രാജാ രവിവർമ്മ ദ ഫാദർ ഓഫ് ഇന്ത്യൻ മോഡേൺ പെയിന്റിംഗ് അല്ലെ. അപ്പൊ രവിവർമ്മയുടെ കുടുംബത്തിൽ ജനിച്ചു. അപ്പൊ രവിവർമ്മ, ഞാൻ എപ്പോഴും ആയിരിക്കും, ഞങ്ങൾ ചിത്രമെഴുത്ത് അമ്മാവനെന്ന് അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങളുടെ 1906 ഒക്ടോബർ 2 അദ്ദേഹം നമ്മെ വിട്ടുപോയി. 1848 ഏപ്രിൽ 29 അദ്ദേഹത്തിന്റെ ജനനം. അപ്പൊ ആ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിനകത്ത് നമ്മളെ വിട്ടുപോയത് പിൻതലമുറക്കാര് ആ പരമ്പരയാണല്ലോ. അപ്പൊ എനിക്ക് എപ്പോഴും തോന്നുന്നത്, എന്റെ ആർട്ടിസ്റ്റിക്കൽ യാത്രയിൽ എപ്പോഴും തോന്നുന്നത് അദ്ദേഹമാണ് നമ്മളെ നയിക്കുന്നത്. അദ്ദേഹം ഇവിടെ ഉണ്ട് ഹൃദയത്തില്. രാജാ രവിവർമ്മയെ അത്രയും ഞാൻ ഒരു ഗുരുവായിട്ട്, നമ്മുടെ കാരണവരാണെങ്കിലും അദ്ദേഹത്തിന് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ യാത്രകളിൽ എപ്പോഴും രാജാ രവിവർമ്മ, പിന്നെ അനുജൻ രാജരാജവർമ്മ, അങ്ങനെ മംഗളാഭായി തമ്പുരാട്ടി, ഇങ്ങനെ ഒരുപാട് പേര് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പൂർവ്വ പിതൃക്കളായ എല്ലാവരും ഞാൻ സ്മരിക്കും. പക്ഷെ അതില് വലിയൊരു വ്യക്തിത്വമാണ് രാജാ രവിവർമ്മ. അപ്പൊ അദ്ദേഹം നിഴല് പോലെ ഉണ്ട്, അല്ലെങ്കിൽ നിഴലല്ല, ഉള്ളിലുണ്ട്. അദ്ദേഹം തന്നെയാണ് കൊണ്ടുപോകുന്നത്. സംഗീതമാണേലും ആശയങ്ങൾ നമുക്ക്, ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അതിനൊരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് ചിലത് തരുന്നതാണ്. നമ്മൾ ഇനി എത്ര ഹാർമോണിയം വെച്ചോ കീബോർഡൊക്കെ വെച്ച് സ്റ്റുഡിയോയിലേക്ക് ഇരുന്നൊക്കെ തലപ്പുകഞ്ഞ് ഈണം ഇപ്പൊ അങ്ങോട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചിരുന്ന അങ്ങനെയൊന്നും ഈണം ചിലപ്പം വരില്ല. ചില സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നും പലപ്പോഴും നമുക്ക് തരുന്നതാണ്, കിട്ടുന്നതാണ്. അത് നമ്മുടെ ഗുരുക്കന്മാരുടെയും പൂർവ്വപുതൃക്കളുടെയും ഒക്കെ അനുഗ്രഹവും അല്ലേ. അതുകൊണ്ടൊക്കെ ചിലപ്പോൾ നമുക്ക് ചില സിറ്റുവേഷൻസിൽ ഒത്ത ഈണങ്ങൾ കിട്ടും. അത് കിട്ടിയിട്ട് കാര്യമുണ്ടോ? അത് ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും അവരുടെ ടീമിന് അത് ഇഷ്ടമാവണം. നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ആൽബങ്ങൾ വേറെ, അത് നമ്മുടെ ആത്മസംതൃപ്തി മതി. മറ്റുള്ള ഒരു പ്രോജക്റ്റിന് വേണ്ടി ചെയ്യുമ്പോൾ ആ പ്രോജക്റ്റിലുള്ളവർക്ക് ഇഷ്ടപ്പെടണം. അപ്പൊ എവിടെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്റെ ആ പൂർവ്വപുതൃക്കൾ രാജാ രവിവർമ്മയുടെ ഒരു അദൃശ്യ സ്പർശം നമ്മളറിയില്ല, അറിയാതെ നമ്മളെ ഒന്ന് തൊടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ പൊതുവെ പറയാറുണ്ടല്ലോ, നമ്മളിപ്പം ലൈക്ക് ഒരു ഫേമസ് അല്ലെങ്കിൽ ഒരു വെൽ നോൺ പേഴ്സന്റെ ഫാമിലി എപ്പോഴും ആ ലെഗസി കീപ്പ് ചെയ്യണമെന്ന്. അപ്പോ നിങ്ങൾ എന്തൊക്കെയാ ചെയ്യാറുണ്ട് ആ ഒരു ലെഗസി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടിട്ട്? അത് തന്നെ പറയാം. എന്റെ ഏറ്റവും വലിയൊരു കർമ്മം എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ ധർമ്മം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്, നമ്മൾ ആ കുടുംബത്തിൽ ജനിച്ചു, നമ്മൾ ആ കുടുംബത്തിന് ലെഗസി കീപ്പ് ചെയ്യണം. ആ വേരുകൾ അറ്റുപോവാതെ, വേരുകൾ മുറിച്ചു പോവാതെ ആ പാരമ്പര്യത്തിനെ സൂക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ കൊട്ടാരത്തിൽ ഞങ്ങൾക്കൊരു ട്രസ്റ്റ് ഉണ്ട്, കിളിമാനൂർ പാലസ് ട്രസ്റ്റ്. ഞങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഞങ്ങളുടെ ചേട്ടാനിയന്മാരെ അല്ലെങ്കിൽ അമ്മാവന്മാരെ, ഞങ്ങൾ മുതിർന്ന ആൾക്കാരൊക്കെ ഞങ്ങളുടെ ടീമുണ്ട്. അപ്പൊ അതിൽ ആ ട്രസ്റ്റിന് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് എന്നെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. കുറെ വർഷങ്ങളായിട്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് രാജാ രവിവർമ്മയ്ക്ക് വേണ്ടിയിട്ടും കിളിമാനൂർ കൊട്ടാരത്തിന് വേണ്ടിയിട്ടും ആർട്ട് ആൻഡ് കൾച്ചറിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കാനായിട്ട് പറ്റാറുണ്ട്. അത് വലിയൊരു അനുഗ്രഹമാണ്. അതോടൊപ്പം നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ള, ഉള്ളിൽ തന്നിട്ടുള്ള സംഗീതബോധം, അതും ഇതിന്റെ കൂടെ അങ്ങ് നടക്കും. ഒരു ചിത്രരചന, അത് എന്താ പറയാ, കുറച്ച് അല്പം ചിത്രം നമ്മള് വരയ്ക്കുമെങ്കിലും എനിക്ക് തന്നത് സംഗീതമാണ്. അപ്പൊ അങ്ങനെ സംഗീതം അതിൽ കൂടുതൽ, അതാണ് കൂടുതൽ പാഷൻ എന്ന് പറയുന്നത്. ഞങ്ങളുടെ കൊട്ടാരത്തില് കിളിമാനൂർ പാലസില് എല്ലാവരും ഇപ്പൊ ജനിക്കുന്നവർ പോലും ഒന്നുകിൽ സംഗീതം ഉണ്ടാവും, ഒന്നുകിൽ സാഹിത്യം ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയാ ഡാൻസ്, എല്ലാ മേഖലയിലും ചിത്രകല എല്ലാം ഇപ്പോഴും ഉണ്ട്. പക്ഷെ നമുക്കിപ്പോ ആരെയും ഒന്നും പറയാൻ പറ്റില്ല. കാലം മാറി, രാജഭരണം പോയി, എല്ലാവരും നന്നായി പഠിച്ചു, എല്ലാവരും വലിയ വലിയ നിലയിലെത്തി. ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, IT മേഖലകളിലും അധ്യാപകരും ബിസിനസ്സുകാരും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ പലരും സ്കാറ്റേർഡ് ആണ് അറൌണ്ട് ദി വേൾഡ്. പക്ഷെ എല്ലാവരുടെ ഉള്ളിൽ ഈ പറയുന്ന കലയും സാഹിത്യവും ഈ ആർട്ട് ആൻഡ് കൾച്ചർ ഉണ്ട്. ഇതൊക്കെ പുറത്തേക്ക് ഈ കലയെ അല്ലെങ്കിൽ ഇതിനെ ഒഴുക്കി വിടുന്നത്
റിട്ടയർമെന്റിന് ശേഷമാവും. അവരുടെ ഉള്ളിലുണ്ട്, അവര് വരയ്ക്കും പാടുമൊക്കെ ചെയ്യും, പക്ഷെ ആരും പ്രൊഫഷണലായിട്ട് അത് എടുത്തിട്ടില്ല. എടുക്കത്തില്ല. പക്ഷെ റിട്ടയർമെന്റ് വല്ല സ്വസ്ഥമായ ജീവിതം വരുമ്പോൾ ചിലര് വരച്ചു തുടങ്ങും, ചിലര് പാടി തുടങ്ങും, ചിലര് ഡാൻസ് ചെയ്ത് തുടങ്ങും, അങ്ങനെ എഴുതി തുടങ്ങും. ഇങ്ങനെ ഞങ്ങളുടെ കുടുംബത്തില് ഒരുപാട് പേരുണ്ട്. പിന്നെ ഞാൻ പിന്നെ ഒരു ഫ്രീലാൻസ് ആണ്. ഞാനങ്ങൊരു വൈറ്റ് കോളർ ജോബിലൊന്നും നിൽക്കുന്ന അങ്ങനെ ഒരാളല്ല. എനിക്ക് എപ്പോഴും ഈ കൊട്ടാരത്തിന്റെ പരിപാലനം, രവിവർമ്മയുമായി ബന്ധപ്പെട്ടുള്ള യാത്രകൾ, ആർട്ട് ആൻഡ് കൾച്ചറിനായിട്ടുള്ള എന്റെ ഒരു ജീവിതം, അതിനിടയ്ക്ക് അല്പം സംഗീതം എനിക്ക് തന്നു, അതും അതിന്റെ കൂടെ നടക്കും. ഇതിനെല്ലാം കാരണം ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ അനുഗ്രഹം. അവര് കൂടെ ഉണ്ട്, അങ്ങനെ പോകും. Okay.